നമസ്തേ, എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. രാഷ്ട്രഭാഷ ഹിന്ദിയിൽ വരുന്ന സെക്കൻഡ് പേപ്പറിൽ വ്യാകരണമാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. അതിൽ വരുന്ന നിബന്ധമാണ് വ്യായാമം. അപ്പോൾ ഇത് 16 മാർക്കിന് സെക്കൻഡ് പേപ്പറിൽ ചോദിക്കും. ഇതിന് ഒരു 4 എണ്ണമാണ് വരുന്നത്. വ്യായാമം, രാജഭാഷ ഹിന്ദി, പ്ലാസ്റ്റിക്, പര്യാവരണ പ്രദൂഷണം, അങ്ങനെ ഒരു 5-6 പഠിക്കണം. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും 4 ചോദിക്കും. ഒരെണ്ണം വേണം പരീക്ഷയ്ക്ക് എഴുതേണ്ടത്. ഇതൊന്ന് വേഗം വായിക്കാം. വ്യായാമം. ഹമാരെ സ്വാസ്ഥ്യ കോ കായം രഖ്നെ കെ ലിയെ വ്യായാം ആവശ്യം ഹേ. നമുക്ക് ആരോഗ്യം നിലനിർത്താൻ വ്യായാമം ആവശ്യമാണ്. അപ്പം നല്ല ആരോഗ്യം എന്ത് വേണം? വ്യായാമം ആവശ്യമാണ്. നാഗരികോं का स्वस्थ होना देश के लिए अत्यंत आवश्यक है. പ്രത്യേകിച്ചും ഓരോ പൗരന്മാരും ആരോഗ്യത്തോടെ ഇരിക്കേണ്ടത് നമ്മുടെ ദേശത്തിൻ്റെ ആവശ്യമാണ് അല്ലേ. അപ്പം നമ്മുടെ പൗരന്മാർ, അതായത് യുവതലമുറയ്ക്ക് നല്ല ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ കഴിയുള്ളൂ. വിദ്യാർത്ഥി ജീവൻ സേ ഹി സ്വാസ്ഥ്യ കാ വിശേഷ ധ്യാൻ രഖാ ജാതാ ഹേ. കുട്ടിക്കാലത്ത് തന്നെ എന്ത് ചെയ്യാം? വ്യായാമത്തിന് പ്രത്യേക ശ്രദ്ധ പുലർത്തുക. पढ़ाई के साथ साथ खेल कूद की भी व्यवस्था होने पर बच्चों को സർവാംഗീണ വികാസ് ഹോത്താ ഹേ. പഠനത്തിനോടൊപ്പം തന്നെ വ്യായാമത്തിന് എന്ത് ചെയ്യുക? കുട്ടികൾക്ക് പ്രാധാന്യം കൊടുക്കുക. മാനവ ജീവൻമേ വ്യായാം കാ വിശേഷ സ്ഥാൻ ഹേ. മനുഷ്യജീവിതത്തിൽ വ്യായാമത്തിന് പ്രത്യേക സ്ഥാനമാണ് ഉള്ളത്. വ്യായാം സേ ശരീര സുഡോൾ സുഘടിത് ഏവം ദൃഢ ബൻ ജാത്താ ഹേ. വ്യായാമത്തിലൂടെ ശരീരം നല്ല ഉറച്ചതും നല്ല ദൃഢമായി തീരുന്നു. രക്തസഞ്ചാർ ടീക് തര തഥാ തീവ്രഗതി സെ ഹോത്താ ഹേ. അതിലൂടെ രക്തപ്രവർത്തനം എന്ത് ചെയ്യുന്നു? രക്തയോട്ടമൊക്കെ നല്ല രീതിയിൽ നടക്കുന്നു. പാചകശക്തി ബഡ്തി ഹേ. ദഹനക്രിയയെ വർദ്ധിക്കുന്നു. മൻമേ ഉത്സാഹ് ആത്മവിശ്വാസ് തഥാ നിഡരത രഹത്തി ഹേ. നമുക്ക് മനസ്സിലെ ഉത്സാഹവും ആത്മവിശ്വാസവും ഭയമില്ലായ്മയൊക്കെ വരും. व्यायाम द्वारा मनुष्य में धैर्य सहनशीलता एवं क्षमा आदि गुण उत्पन्न हो जाता है. വ്യായാമത്തിലൂടെ മനുഷ്യന് ധൈര്യവും സഹിക്കാനുള്ള ഒരു പ്രവണതയും ക്ഷമിക്കാനുള്ള ശീലമൊക്കെ ഉണ്ടാകുന്നു. खुले मैदान में दौड़ना, घूमना, कुश्ती लड़ना, तैरना, टेनिस खेलना, കബഡി ആദി സഫി കോ വ്യായാം കെ അന്തർഗത് രഖ് സക്തെ ഹേ. അതുപോലെ തന്നെ നമ്മൾ പലതരത്തിലുള്ള കളികളുണ്ട്. ഗുസ്തി കൂടുക, ഓടുക, നീന്തുക, ടെന്നീസ് കളിക്കുക, കബഡി കളിക്കുക, ഇതെല്ലാം വ്യായാമത്തിന് വളരെയധികം സഹായിക്കുന്നു. ആജ്കൽ യോഗാസന കാ മഹത്വ നിരന്തർ ബഡ്താ ജാ രഹാ ഹേ. ഇപ്പോൾ യോഗയ്ക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. യോഗ സേ 2 പ്രകാർ കാ ലാഭ് ഹോത്താ ഹേ. യോഗയിലൂടെ 2 തരത്തിലുള്ള ലാഭമാണ് ഉണ്ടാകുന്നത്. एक तो शरीर की മാംസപേശിയാം പൃഷ്ഠ ഹോത്തി ഹേ. ഒന്ന്, ശരീരത്തിലെ മാംസപേശികൾ നല്ല ഉറയ്ക്കുന്നു. ദൂസര മൻ കോ ഏകാഗ്രത ഹോനേക്ക് ശക്തി പ്രാപ്തി ഹോത്തി ഹേ. രണ്ടാമത്, മനസ്സിന് ഏകാഗ്രത കിട്ടുന്നു. യോഗ കെ സമസ്ത ആസനവുമേ സർവാധിക മഹത്വപൂർണ്ണ ഹേ പ്രാണായാം. അപ്പം യോഗയിൽ ഏറ്റവും മഹത്വമുള്ളതാണ് പ്രാണായാം. വ്യായാം സേ മനുഷ്യകോ അൻഗിന്ന് ലാഭ് ഹേ. വ്യായാമത്തിലൂടെ മനുഷ്യന് ഒരുപാട് ലാഭങ്ങളുണ്ട്. सबसे बड़ा लाभ तो यही है कि मनुष्य पर वृद्धावस्था का हमला जल्दी नहीं हो पाता. അപ്പോൾ വ്യായാമം കൃത്യമായി ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് വാർദ്ധക്യം വരത്തില്ല, പെട്ടെന്ന് വയസ്സായത്തില്ല. വ്യായാം ആയുർ ശക്തിക്ക് അനുസാർ നിയമിത രൂപസേ ഹി കർണാ ചാഹിയെ. വ്യായാമം എപ്പോഴും അവരവരുടെ ആരോഗ്യത്തിനനുസരിച്ച് വേണം ചെയ്യേണ്ടത്. जिस तरह मस्तिष्क के विकास के लिए शिक्षा ആവശ്യം ഹേ. പ്രകാരം തലച്ചോറിൻ്റെ വികസനത്തിന് വേണ്ടി വിദ്യ ആവശ്യമാണ്. അതേപോലെ തന്നെ ശരീരത്തിൻ്റെ ശക്തിക്കും ബലത്തിനും എന്ത് ചെയ്യണം? വ്യായാമം ആവശ്യമാണ്. വ്യായാം സുഖി തഥാ സ്വസ്ഥ ജീവൻ കി കുഞ്ചി ഹേ. നല്ല ആരോഗ്യമുള്ള ശരീരം ജീവിതത്തിൻ്റെ ഒരു നാഴിക കല്ലാണ്. പ്രത്യേക അപ്പോൾ ഇത്രയാണ് അതിൽ വരുന്നത്. അപ്പോൾ ഈ 16 മാർക്കിന് ഈ വ്യായാമം നന്നായിട്ട് പഠിക്കുക. അടുത്ത വർഷം പ്രവേശ തേർഡ് പേപ്പറിനും ഇതൊക്കെ ചോദിക്കും. അപ്പം രാഷ്ട്രത്തിൽ വരുന്ന സെക്കൻഡ് പേപ്പറിലെ മിക്ക കാര്യങ്ങളും പ്രവേശിൻ്റെ തേർഡ് പേപ്പറായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നമസ്തേ. ഇപ്പോൾ ആർക്കെങ്കിലും ക്ലാസ് ഓൺലൈനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 9400777336 കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ മുൻ വർഷത്തെ ചോദ്യപേപ്പറും നമ്മുടെ ചാനലിൽ ലഭിക്കുന്നതാണ്. അതൊക്കെ നോക്കി എല്ലാവരും പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും